കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മുടെ എപ്പിസോഡിന് ഇങ്ങനെ കളർ ആൻഡ് എനർജി നൽകിക്കൊണ്ടിരിക്കുന്ന മുകേഷ് ഏട്ടൻ, മേനക മാം ആൻഡ് ഷാദി കൃഷ്ണ മാം, വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ബിജു പുഴിയൂർ, ശ്യാം തൃക്കുന്നപ്പുഴ ആൻഡ് രാജേഷ് തിരുവമ്പാടി. നേരം കമലനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അടിപൊളിയല്ലേ? സൂപ്പറായില്ലേ? ഒരു പൈസ ഒപ്പിച്ച് തന്നേക്കണം കേട്ടാ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? താമസിച്ചു പോയി. ഇത് സംഭവം എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പണി എല്ലാം റെഡി ആയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്താണെന്നറിയാണോ, ഞാൻ ആകപ്പാടെ വിഷമത്തിലും സങ്കടത്തിലും അങ്ങനെ നിന്ന് എനിക്ക് ആകപ്പാടെ ഇതായി പോയത്. എന്ത് നിനക്ക് എന്താ വിഷമം? നീ എന്താ പിന്നെ സങ്കടപ്പെടുന്നത്? ചെറിയൊരു പ്രശ്നത്തിലേക്കൂടാ ഞാൻ. എന്താ നിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പറ. ചുമ്മാ ഞാൻ സത്യം പറയാം, ഞാൻ ചിറ്റപ്പൻ അങ്ങ് പോയി, ചേട്ടൻ ചിറ്റപ്പൻ അങ്ങ് അവിടെ ചെന്നിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. വിഷയം ചെറിയൊരു വിഷയം. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞമ്മേടെ അങ്ങ് പോയി. അവിടെ ചെന്നപ്പോ കുഞ്ഞമ്മേനെ ഇറക്കി വിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. അതിന് വിഷയം ചെറിയൊരു വിഷയം. അതിന് മാമിയുടെ അങ്ങ് പോയി. അവിടുന്ന് മാമനും മാമിയും കൂടെ എന്നെ ഇറക്കി വിട്ട് എന്നെ അവിടെ കയറ്റിയില്ല. അതിന്റെ വിഷയം ചെറിയൊരു വിഷയം. ആരൊക്കെ ഇറക്കി വിട്ടാലൊന്നും നിനക്ക് ഞാനില്ലേ? എന്റെ വീട്ടിൽ നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കടാ. നിനക്ക് അറിയാതെ, നീ വിഷമിക്കാതെ. എനിക്കറിയാം. വിഷമൊക്കെ ആയിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടുണ്ടോ? അതേടാ. എന്തായിരുന്നു നിന്റെ വിഷമം? എനിക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ആരും കയറ്റുന്നില്ല. മഹാഭാവി ഞാനാണോ നീ അല്ല ഞാൻ കെട്ടിപ്പിടിക്കാൻ? ഞാൻ വല്ലതും ചെയ്തോ? എനിക്ക് ഞാനെന്ത് ചെയ്യും? എന്തോ ചെയ്യാനല്ല, പിന്നെ എനിക്ക് പറഞ്ഞോണ്ട് നടക്കാക്കോ. ആരെങ്കിലും പറഞ്ഞോണ്ട് എന്നെ കെട്ടിപ്പിടിച്ചാൽ എന്റെ ഓളെ കയറാൻ വരുവാ. എടാ കുഴപ്പമില്ല, ഞാൻ കുളിച്ചു. കുളിച്ചെന്ന് വിഷയമില്ല, കുളിച്ചാ വിഷയമില്ല. അലമ്പുണ്ടാക്കല്ലോ കേട്ടോ. ഒന്ന് വിഷു ഒക്കെയാണ് ഞാൻ കടന്നു പോയ വീട്ടിലാറുണ്ട്. എടാ ഇത് കൊള്ളാൻ കണ്ട സെറ്റപ്പ് ഉള്ളത്. എടാ ഇത് എന്തിനാ വെക്കുന്നത്? ഈ വെള്ളരി എന്തിനു വെക്കുന്നത്? വെള്ളരി, ചക്ക. നിനക്ക് വിഷുവിന്റെ ചരിത്രം അറിയാവോ? കൊള്ളാം, അറിയാവോ. അത് ഏതും പോരാത്ത എന്നോട്. അതായത് ഈ കോമഡി ഷോയിലൂടെയാണ് തുടക്കം. പിന്നെ ധർമ്മജനങ്ങൾ കൂടി. അത് കഴിഞ്ഞ് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമ സംവിധാനം ചെയ്തു, ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക്. നീ ആരാരി പറയണത്? മറ്റേ പിഷു പിഷാരടി. അതിന്റെ ചരിത്രമല്ലേ? ബാലകൃഷ്ണൻ എന്നാണ് അച്ഛന്റെ പേര്. പിന്നെ ഒരു ഹിന്ദിക്കാരി പങ്കുചാണ് കിട്ടിയത്. എടാ വിഷുവിന്റെ ചരിത്രം പറയാൻ പറഞ്ഞാൽ നീ പിഷാരിയുടെ ഒരു ചരിത്രം പറയുന്നു. എടാ സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഈ രാഷ്ട്രീയ നേതാക്കളെ കാട്ടി സിനിമാതാരന്മാര് ഇലക്ഷൻ ഇന്ന് ജയിക്കണയാണ് നമുക്ക് നല്ലത്. അതാകുമ്പോ സ്വന്തം മണ്ഡലത്തിൽ കണ്ടില്ലേലും നമുക്ക് പലപ്പോഴും സിനിമയിലും ടി വിയിലും കാണാം. മനസ്സിലായോ? നിന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത ആന്ധ്ര ഇന്ത്യ ഇടയ്ക്ക് അതുകൂടെ ഒന്ന് ആലോചിച്ചു. അച്ഛനെ പോലീസ് കൊണ്ടുപോയി അതറക്കാനുള്ള തത്രപ്പാടുമായിട്ട് നടക്കുന്നത്. അതെന്നെ പറ്റി? എടാ നിനക്കറിയത്തില്ല, അച്ഛന് ഈ കൈനോട്ട പരിപാടിയല്ലേ? എനിക്കറിയാം. തത്തമ്മയെ കൊണ്ടുപോയിട്ട് തത്തമ്മയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നത്. തത്തയെന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് സംസാരിക്കുന്ന ഒരു തത്തയടാ. തത്തയോ? ഉഗ്രം തത്ത. അതായത് നാക്കൂറ സത്യം മാത്രം പറയുന്നു. പിന്നെ സത്യം മാത്രം പറഞ്ഞിട്ടാണ് പോലീസുകാർ പിടിച്ചോണ്ട് പോയത്. അച്ഛനെ തത്ത സത്യം പറയും, പക്ഷെ അച്ഛൻ നാക്കെടുത്താ കള്ളവല്ലേ പറയത്തുള്ളൂ. അങ്ങനെ പക്ഷെ എന്നിട്ട് പോലീസുകാർ ഇടിച്ചപ്പോ തത്ത പറയുന്ന പോലെ പറഞ്ഞു. ആര് തത്തയാ? അല്ല നീ ഞങ്ങളുടെ അച്ഛൻ. നീ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യടാ. എന്റെ കാര്യം സെറ്റ് ചെയ്യാം. എടാ നീ എങ്ങനെയെങ്കിലും എന്നെ വീട്ടിൽ കയറിയിട്ട് അവിടെ പ്രശ്നം എന്താ? എന്താ പ്രശ്നം? ഒന്നുമില്ലടിയാ, നിനക്കറിയാലോ എന്റെ പെണ്ണുമുള്ള വീട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി അവൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതെനിക്കറിയാം. നിന്റെ പെണ്ണുമുള്ള വീട് അതാണെന്നും നീ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിയിരിക്കുകയാണെന്നും എനിക്കറിയാം. എന്താണ് കാര്യം എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു നിസ്സാര കേസ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്. സത്യമായിട്ട് ഒരു തെറ്റിദ്ധാരണയാ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മൊബൈലിൽ ചാറ്റ് ചെയ്യുവാണേ. അതായത് എനിക്ക് ഈ ഓച്ചറയിൽ ബിന്ദുലാൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കേട്ടോ മാമ. അപ്പൊ ഇവനെ ഞാൻ ബിന്ദു എന്നാണ് ഫോണിൽ സേവ് ചെയ്തിട്ടിരുന്നത്. അപ്പൊ ഈ രാത്രി അവൻ പണിയും കഴിഞ്ഞ് വരും, ഞാനും പണിയും കഴിഞ്ഞ് ചാറ്റ് ചെയ്യുമ്പം എവിടെ വിചാരം ഞാൻ ബിന്ദു എന്ന് പറഞ്ഞ ഏതോ ഓച്ചറുള്ള പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യണം. അങ്ങനെ കലിപ്പായതില്ലേ? നിസ്സാര കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പ്രൊഫൈൽ പിക്ചർ എടുത്ത് കാണിച്ചു കൊടുക്കണമായിരുന്നു. പ്രൊഫൈൽ പിക്ചർ എടുത്ത് കാണിച്ചു കൊടുത്താൽ അതിലും വിഷയമായത്. ആ നാറിയാണ് അവന്റെ പെണ്ണുമുളയുടെ പടമാണ് പ്രൊഫൈൽ പിക്ചർ ആക്കിയിട്ടേക്കണേ. എന്തോ കട്ടോന്ന് പറഞ്ഞു. വിളിച്ചപ്പോ അവൻ കിടന്ന് ഉറങ്ങണ. ഈ പെങ്കുച്ച് ഫോൺ എടുത്തിട്ട് മണിയെണ്ണ പറയണ്ണ എത്ര ചോദിച്ചു. അപ്പൊ പിന്നെ കലിപ്പായില്ലേ? ഇത് പെണ്ണെന്ന് വിശ്വസിച്ചിരിക്കുക. ഇതെനിക്ക് പറയാനൊരു അവസരം മതി. അത് ഞാൻ ശരിയാക്കി തരാം. നിനക്ക് അകത്ത് കയറിയാ പോരെ? അത് മതി. അത് നീ അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരത്ത് പുറത്തിറങ്ങണം. അവള് പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നീ വീട്ടിൽ എന്ത് വേറെ പ്രശ്നം ഉണ്ടായി? ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ പ്രശ്നം ഒന്നാമത്തെ കേസ് എനിക്ക് ഇവിടെ കയറാൻ പറ്റാത്ത എന്തെന്നറിയാടാ. ഇവർ ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ കഴിഞ്ഞ വർഷം വിഷുവിന് എന്നോട് പറഞ്ഞു ഒരു ഊഞ്ഞാല് കെട്ടി തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആരെയും ഊഞ്ഞാല് വിഷുവിന് ഊഞ്ഞാല് കെട്ടുവോ? നമ്മൾ ഓണത്തിനല്ലേ ഊഞ്ഞാല്? അപ്പൊ ഞാൻ പറഞ്ഞു അമ്മമ്മ ഇത് നമ്മൾ ഓണത്തിനാണ് ഊഞ്ഞാല്. പറ്റില്ല മക്കളെ, എനിക്ക് ഊഞ്ഞാലില്ല മക്കളെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പാവം പിടിച്ച അമ്മച്ചിയല്ലേ എന്ന് ഓർത്ത് ഊഞ്ഞാലി കെട്ടി കൊടുത്തു. എന്നിട്ട് അത് കയറ്റിയെടുത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ നാട്ടി വിട്ടു. അപ്പൊ എന്നോട് പതുക്കെ പോരാ ആയത്തിൽ പിടിക്കാൻ. അപ്പൊ ഇച്ചൂടെ ആയത്തിലെടുത്ത് ഞാൻ വിട്ടുകൊടുത്തു. അപ്പൊ പറഞ്ഞു അതും പോരാ, നല്ല ആയത്തിൽ പിടിക്കാൻ. റബ്ബർ ബാൻഡ് വലിക്കുന്നവരെ വലിച്ച് അങ്ങ് പിടിച്ചൊരു ഒറ്റ പിടിൽ കൊടുത്തു. ഈ നിമിഷം വരെ കൈ കിട്ടിയിട്ടില്ല. പിന്നെ ഈ അടുത്ത് പിന്നെ ചന്ദ്രനിൽ പോയില്ലേ 4 പേര്? 2 ആഴ്ചക്ക് മുമ്പ് വെടാത്തി പോയില്ലേ? അവരവിടെ ചെന്ന് ഇറങ്ങിയിട്ട് പറയണ് മുറുക്കാന് പിടിച്ച് ചന്ദ്രന്റെ അവിടെ എവിടെയും ചോദിച്ചോ ഒരു തള്ള അവിടെ ഇരിക്കുന്നു. ഇപ്പൊ അവര് മെനഞ്ഞാന്ന് തിരിച്ചു വന്നു.
വന്നവര് 4 പേരല്ല 5 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഒന്ന് അകത്ത് കയറാൻ വകുപ്പ് നീ ഇപ്പീറ. ഉള്ള കാര്യമൊക്കെ ഞാൻ അതിനാണ് ആദ്യം ഇത് ഒപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുമായിട്ട് കണി കാണാൻ പോകുന്ന പോലെ അവിടെ പോവും. ഓക്കെ. ഷീജ അവിടെ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി അപ്പൊ ഇറങ്ങി വരും. വരുന്ന സമയത്ത് ഞാൻ ആദ്യം ഹൃദയത്തിൽ കൊള്ളുന്ന വളരെ സങ്കടമായിട്ടുള്ള ഒരു ഡയലോഗ് നിന്റെ ഭാര്യ ഷീജയോട് പറയും. പറയണം. അപ്പൊ പുള്ളിക്കാരത്തിൽ കണ്ണ് നിറയും, അല്ലെങ്കിൽ മനസ്സലിയും. അലി ഉറപ്പ് അവക്കലി. ഇനി അതിലലിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കട്ടി കൂടിയ ഹൃദയം പൊലിയുന്ന ഒരു ഡയലോഗ് കൂടി പറയും. അപ്പൊ അവള് കരയും. പക്ഷേ അവിടെ നിന്ന് നീ കരയരുത്. അല്ല അങ്ങനെ കേട്ട അവള് കരയൂടാ. അപ്പൊ നീ കരയാൻ പാടില്ല. ഇല്ല ഞാൻ കരയത്തില്ല. അവളുടെ ചിലപ്പോ മനസ്സ് തകരും. അല്ലല്ല, അവള് തകർന്നു പോയി ചിലപ്പോ അവള് കരയാൻ വേണ്ടി നിൽക്കും. അതാ അപ്പോഴും നീ കരയരുത്. ഞാൻ പിടിച്ചിരിക്കും, ഞാൻ കരയത്തില്ല. നിന്റെ കണ്ണിപ്പം നിറയുന്നുണ്ട്. പക്ഷേ കണ്ണിത്തീനെ ആയിരിക്കൂടാ, ഞാൻ കരയത്തില്ല. പക്ഷെ നിന്റെ കവള് കിടന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. തക്കാളി പനി ആയിരിക്കൂടാ, ഞാൻ കരയത്തില്ല. പക്ഷെ നീ കരയുന്നുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇല്ലടാ, ഞാൻ പിടിച്ചിക്കൂടാ, ഞാൻ കരയത്തില്ലടാ. ഞാൻ പറഞ്ഞില്ലേ നീ കരയരുത്. ഞാൻ പറഞ്ഞു ഇതാണ് പരീക്ഷണമാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അവിടെ ചെന്ന് നിന്നെ പറ്റി കാര്യങ്ങളൊക്കെ പറയും. കണി കാണിച്ചിട്ട് നീ ഒളിച്ചിരുന്നാ മാത്രം മതി. ബാക്കി ഞാൻ ഏറ്റ്. പെട്ടെന്ന് കേട്ടാ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഞാനിവിടെ ഇരിക്കാം. ഇന്നലെ 60 രൂപയുടെ ഒരു ബിരിയാണി വേണമെങ്കിൽ മേടിച്ചു തന്ന ഇരുട്ടത്ത് വെച്ചാൽ കാണാത്തൊരു കുറഞ്ഞ റാമു, അത് ഓർമ്മ വേണം. ശരിയാക്കി തരാന്ന് പറഞ്ഞു കേട്ടാ. ഞാൻ ഏറ്റ തന്നെ കേട്ടോ. ഞാനിവിടെ വിളിക്കാം കേട്ടാ. ഓക്കേടാ, അങ്ങാതിരുന്നോ. തെറ്റ് ചെയ്തിട്ട് വിളിച്ചാൽ മതി. തെറ്റ് ചെയ്തിട്ട് ഞാൻ ഏറ്റു, നീ ആണ് കുനിഞ്ഞിരുന്നോ. ഓക്കെ. കണി കാണും നേരം കമല നേത്രന്റെ കണിയോ? ഹായ് വിഷുക്കണി. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ, എന്റെ ആയൂർ, അഞ്ചല്, പുനലൂര്, പത്തനംതിട്ട. അയ്യോ, ഞാനിത് എങ്ങോട്ടാ കയറി പോകുന്നത്? എന്റെ കൃഷ്ണ, എന്റെ ആരു എനിക്കെല്ലാ നന്മകളും വരുത്തണേ. അതൊക്കെ പോട്ടെ, ഈ കണി ഇവിടെ കൊണ്ട് വെച്ചിട്ട് എന്നെ വെട്ടത്താക്കിയിട്ട് ഇരുട്ടത്ത് മറിഞ്ഞിരുന്ന് ചിരിക്കണത് ആരാ? നാണാണോ? നാണായിട്ടല്ല, കണി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറിയിരിക്കണം കണിക്കൊന്ന കാണാൻ വേണ്ടിട്ട്. അയ്യോ, നാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്, നാണോ ആണോ എന്ന്. അവൻ ഇങ്ങനെ ഒരു പതിവുണ്ട്, ഈ പടിപ്പുരയിൽ വന്നങ്ങനെ ഇരിക്കണേ. അവിടെ കെണിയുണ്ട്. ആ കണി അവിടെ നിൽപ്പുണ്ട്. അത് അയ്യോ, കണിയുടെ കാര്യമല്ല, അവിടെ നാണൂനുള്ളൊരു കെണി ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ വീഴരുത്, ഇങ്ങോട്ട് കയറി വരിക. ആരായത്? ഞാനാ ഷീജേ. അയ്യോ, രാജേഷനാണോ? അല്ല, കിണിയും കൊണ്ടുവന്നാണോ ഈ കണിയും കൊണ്ടുവന്നാണ്? അല്ല, ഞാൻ കണിയും കൊണ്ടുവന്നാ. എന്നാ വന്ന കാര്യം പറ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കണി ഞാൻ എല്ലായിടത്തും കൊണ്ടുപോയി. അപ്പൊ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ വീട്ടിലെയും ഭാര്യയും ഭർത്താവുമാണ് വാതിക്കലോട്ട് ഇറങ്ങി വന്നത്. എന്നിട്ട് അവരിങ്ങനെ തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് നേർച്ചയിട്ട് പോയപ്പം അയ്യോ, കല്യാണ രാമൻ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്നാ? അയ്യോ, അതല്ല, ഞാനെന്റെ ഗദ്ഗത കൊണ്ട് പറഞ്ഞു പോയതാ. എന്താ ഇപ്പൊ വേണ്ട? അല്ല, വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞതേ ഈ മണിയനോട് ഭർത്താവിനോട് ക്ഷമിച്ച് സഹിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് വിഷു ഒക്കെ അല്ലേ, ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായിട്ട് പോവുക. അതാണ് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം അല്ലേ? ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ രക്ഷപ്പെട്ട്. അതാണ് ക്ഷമിക്കാം, ഒരുമിച്ച് ജീവിക്കല്ല. ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ അങ്ങനെ ക്ഷമിക്കാവുന്ന കാര്യമാണോ ചെയ്തത്? എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നു, ചാറ്റ് ചെയ്യുന്നു. ആരെങ്കിലും സഹിക്കോ? ഇല്ല. സഹിക്കാം. മനസ്സുകൊണ്ടൊരു 100 മാപ്പ് ഞാൻ കൊടുക്കാം. എന്റെ മണിയുണ്ട്, ഉറപ്പ് പറയാൻ പറ്റുമോ? അന്യനും അമ്പി ഒരുപാട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്ന് മര്യാദയ്ക്കൊന്ന് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അണ്ണന്റെ വീട്ടിൽ അണ്ണന്റെ ഭാര്യ ഉണ്ടല്ലോ, മാലതി ചേച്ചി. ഈ മാലതി ചേച്ചി ഇതുപോലെ അണ്ണൻ മെസ്സേജ് ചെയ്യുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ മാലതി ചേച്ചി സഹിക്കോ? അല്ല, അത് പിന്നെ മണിയൻ ചെയ്തത് ശരിയല്ല. അവനെ കാരണം അടിച്ച് പോകാനുള്ള പ്രവൃത്തി അവൻ ചെയ്തിരിക്കും. വേണേ, ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഞാൻ പറയട്ടെ, അവന്റെ കൈ തെറ്റുണ്ട് 100%. ഞാൻ അവർ യോജിക്കുന്നില്ല. അത് വേണം. അവൻ ചെയ്ത തെറ്റാണ്, തെണ്ടിത്തരം. ആരെങ്കിലും ചെയ്ത പ്രവൃത്തിയാണോ ചെയ്തത്? അല്ല, ഞാൻ ഇങ്ങനെ ഒച്ച ഇടയ്ക്ക് ഇങ്ങനെ വരും. ഇപ്പൊ കിട്ടുന്നില്ല. ഇത്തിരി വെള്ളം കിട്ടും കുടിക്കാൻ. അണ്ണൻ നിന്നോ, രേഷണ ഇപ്പൊ കൊണ്ടുവരാം. ഒറ്റ അടിച്ചോണ്ടല്ലോ.
പിടുത്തം വീഴുന്നേ. ആദ്യം അടി പിന്നെ സംസാരം. എന്തോ അല്ല ആദ്യം അടി പിന്നെ സംസാരം. അടിയടാ. നിനക്ക് ഇന്നലെ 60 രൂപയുടെ ബിരിയാണി മേടിച്ചു 1/2 ലിറ്റർ മേടിച്ചു വന്നിട്ട് നിനക്ക് അവിടെ മുമ്പ് എന്റെ കർണാടക ചോട്ടിക്കണം. അല്ലടാ അതിനിടെ എന്റെ അഭിനയം. ഇനിയാണ് നീ എന്റെ യഥാർത്ഥ അഭിനയം കാണാൻ പോണേ. നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരാം. ആരും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കാൻ പോവാ. ആണോ? കിടുക്കനായിട്ട്. അത് ശരി. സാഹിത്യം ഇച്ചിരി സാഹിത്യപരമായിട്ടൊരു ഡയലോഗ് ഞാൻ അവളോട് പറയാൻ പോവാം. അത് ശരി. ഒരു സാഹിത്യം അറിയോ നിന്റെ പെണ്ണു? പിന്നെ അവള് വായിക്കും. മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? വായിക്കും. ഉറപ്പാണോ? പിന്നെ അപ്പൊ ശരി, ഈ ഡയലോഗ് പറഞ്ഞ അവള് ഏറ്റില്ലെങ്കിൽ നീ എന്റെ കർണം അടിച്ചു വിളിച്ചു. ആണോ? നീ എന്താ പറയാൻ പോണെന്ന് പറയാം. ആ വെറൈറ്റി സാധനം ഒന്ന് കേക്കട്ടെ. കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം. അതുകൊണ്ട് പറഞ്ഞോ. കുടുംബം നിർത്തണ്ട. അത് നിർത്തരുത്. അല്ല, കുടുംബം ഇമ്പം അല്ല എന്റെ 60 രൂപയുടെ ബിരിയാണിയും കഴിച്ച് 1/2 ലിറ്റർ സാധനം മേടിച്ചാൽ വെറൈറ്റി സാധനമേ. ഞാൻ നീ പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വീഡിയോ എടുത്തോട്ടെ ഞാൻ. അല്ല ഈ വെറൈറ്റി സാധനം ഇന്നേ വരെ ഈ ലോകത്ത് ആരും പറയാത്തൊരു സാധനം ഇപ്പൊ പറഞ്ഞത്. നീ അങ്ങനെ കളിയാക്കാതെ. ഈ കുടുംബം ഇമ്പോ എല്ലാരും പറയുന്നതാ. എന്നാ പിന്നെ വേറെ വിടാം. സാഹിത്യം വേണ്ട. വേറെ സാഹിത്യം ഇല്ല. ഇത് വീണിരിക്കും. നീ അകത്തോട് കേറിക്കോ. അത്രേ ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലോ. വരുമ്പോ ഞാൻ പറയും ചട്ടിയും കലാവുമ്പോ തട്ടിയും മുട്ടി എന്നൊക്കെ ഇരിക്കും. ഞാനേ സഖി കെട്ടി ഞാൻ നിൽക്കുക. ഞാൻ എന്റെ കൃഷ്ണനാണ് സത്യം. ഞാൻ പിന്നെ എന്താ ചെയ്യാൻ? ഞാൻ ശരിയാക്കി തരാം. നീ പോയിരിക്കും. വെള്ളം കുടിക്ക്. അല്ല ഞാൻ പറഞ്ഞില്ലേ എന്താണ്? അല്ല കാര്യം ശരി, അങ്ങനെ പാവാന്ന് ഞാൻ പല പ്രാവശ്യം കണ്ട്. കാര്യം അങ്ങനെ ഭയങ്കര സങ്കടമുണ്ട്. എന്തിന്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ വരാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. കാര്യം ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കല്ലേ. അണ്ണാ ഞാൻ അണ്ണനോടൊരു കാര്യം പറയാം. ഇനി ഈ കാര്യം പറഞ്ഞേ അണ്ണൻ ഇവിടെ വരരുത്. അണ്ണൻ ഇവിടെ വരരുത്. പറഞ്ഞേ അണ്ണൻ ഇവിടെ വരരുത്. 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 എനിക്ക് മോഹം കണ്ട. എന്തിനാണ് വിളിച്ചോണ്ട് വന്നത്? ഇറങ്ങ് എനിക്ക് കാണണ്ട. പോ. മര്യാദക്ക് പോകാൻ. ഈ ചെത്തിയ മുറ്റത്ത് കയറി പോകരുത്. നീ കാട് പിടിച്ചേർന്ന് ആരടാ പുലി രാവിലെ വന്ന് ചെത്തി വൃത്തിയാക്കിട്ട്? ഞാൻ ഇറങ്ങിപ്പോയപ്പോ ഞാൻ വരത്തില്ല. ഞാൻ വരണ്ട. അന്തസ്സുള്ളവൻ വരണ്ട ഇവിടെ. ഞാനൊരു പുരുഷനാ. ഞാൻ പിന്നെ ഒരു പുരുഷനെ സമയത്ത് ഏറ്റവും വലിയൊരു സാധനം ഉണ്ട്. എന്തോന്നറിയോ? അഭിമാനം. അഭിമാനം എനിക്കുണ്ട്. എനിക്കത് പറഞ്ഞതാ. ഞാനല്ല കേരളത്തില്ല. ഞാൻ എന്റെ അണ്ണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇയാളൊരു ഭർത്താവാണോ? ഒരു ഭർത്താവ് കുടുംബത്തില് എന്തെങ്കിലും ഉണ്ട് ജോലി ചെയ്ത് കാശ് കൊണ്ട് തരണ്ടേ? ഇയാൾ 5 പൈസ വീട്ടിൽ തന്നിട്ടില്ല. അതറിഞ്ഞില്ലേ? പോകാൻ പോണ്. എവിടെ? ഗൾഫില്. ഗൾഫിലാ? ബ്രിട്ടീഷ് കമ്പനി പണിയിട്ടവന്. ബ്രിട്ടീഷ് കമ്പനിയില്. ബ്രിട്ടീഷ് കമ്പനിയില് ഗൾഫിൽ പോകാൻ പോവാ. ചേടാ ഇതെന്നാണിത്? ഈ ബ്രിട്ടീഷ് കമ്പനി പോയിട്ടേ ഇംഗ്ലീഷ് അറിഞ്ഞു കൊടുത്താൽ ഇങ്ങനെ എങ്ങനെ സംസാരിക്കും? എനിക്ക് ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾക്ക് എന്തോ ഇംഗ്ലീഷ് അറിയാം? അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള നമുക്ക് ജീവിക്കാനുള്ള ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്നാ നിങ്ങൾ അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള ഇംഗ്ലീഷ് ഒന്ന് പറ, ഞാനൊന്ന് കേക്കട്ടെ. മീനാക്ഷി സുധീർ ബ്ലോക്ക്ഡ് യു ഇൻ ഫേസ്ബുക്ക്. ലച്ചുശ്രീ ബ്ലോക്ക്ഡ് യു ഇൻ ഫേസ്ബുക്ക്. സുകന്യ രാജൻ ബ്ലോക്ക്ഡ് യു ഇൻ ഫേസ്ബുക്ക്. വെറുതെ ഇവിടെ പെണ്ണുങ്ങളെ ചാറ്റ് ചെയ്ത് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി അതിൽ കാണാതെ പഠിച്ചിട്ട് വന്നിരിക്കുക. എല്ലാവരും പഠിക്കുന്ന നല്ലത്. അത് എന്നെ പോലത്തെ ചില മാന്യന്മാർക്ക് മാത്രം അറിയാവുന്ന ചില ഇംഗ്ലീഷ് വേണ്ട. എനിക്ക് ഇങ്ങനെ വേണം. നീ ഒരു കാര്യം ചെയ്യും. അന്തസ്സുള്ളവനാണെങ്കിൽ പോയി ചാവ്. പോയി ചാവട്ടെ. ഒരു മൂച്ചനങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ചെയ്യട്ടെ. മതിയടാ. പോയിസൺ കുടിച്ചാവും. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പായസം കുടിച്ച് മരിച്ചിട്ടുണ്ടോ? പായസം പോയിസൺ വിഷം കുടിച്ചാൽ ചാവോ? വിഷം കുടി ചത്തോ? എനിക്കൊന്നുമില്ല. ചാവട്ടെ. ഇന്ന് ചത്തോ ഒരു വിഷു ആഘോഷിക്കാൻ പറ്റുന്നത് ഒരു കുഴപ്പമില്ല. വേണ്ട. നീ ചുമ്മാ നീ പശുവിനെ കെട്ടുന്ന കയറെടുത്ത് ഞാൻ കഴുത്തിൽ കുരുക്കിടുന്നു. ഞാന് അതിൽ തൂങ്ങാൻ പോവാ. അല്ല എനിക്ക് അവിടെ ചത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. നീ എന്തുവാടാ? ഞാൻ തീരാൻ പോളിയാ. നീ ഇടയ്ക്ക് പിടിക്കല്ലേ. അങ്ങനെ വിട്ടാ വേണ്ട. തൂങ്ങി കിടക്കും അവിടെ. അണ്ണ വെറുതെ എന്റെ വാക്കായിട്ട് വെറുതെ ആവശ്യമുള്ളത് ചെയ്യരുത്. വേണ്ട. അണ്ണൻ ചത്ത നമ്മുടെ 2 മക്കൾക്ക് ആരും ഇല്ലാതായി പോവും. അപ്പൊ നിനക്കോ? ഞാൻ വേറെ കല്യാണം കഴിക്കുമല്ലോ. ഈ വീടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ
നിന്നോട് സ്നേഹമുണ്ട്. ആ വീട് വെച്ച ലോൺ അടച്ചിട്ട് ചാവ്. ഇല്ലില്ല രാജേഷേ, ഞാൻ പോകുന്നു. നിർത്ത് ഞാൻ അല്ല, എന്നോട് ചാവാൻ പറ, പിന്നെ ഞാൻ എന്താ ജീവിച്ചു? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചാവാനായിട്ട് ഇറങ്ങല്ല. അതെന്തോ അത് ചത്തി കിടന്നാലും നമ്മൾ ചമഞ്ഞ് കിടക്കണമെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അണ്ണാ, ഇന്നൊരു വിഷു ദിവസമാണ്. ഞാൻ ഇയാളെ ഭാര്യയാണ്. ഇതുവരെ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ച ഇത്ര നേരം ഞാൻ നിന്റെ കൂടെ നിന്ന് സംസാരിച്ചു. പക്ഷെ ഇപ്പൊ ഞാൻ ശോഭയുടെ കൂടെ നിൽക്കത്തുള്ളൂ, ഷീജയുടെ കൂടെ നിൽക്കത്തുള്ളൂ. അല്ല, അത് മൈ മിസ്റ്റേക്ക്. എന്റെ തെറ്റാ. നിന്റെ തെറ്റാ. എന്റെ തെറ്റാ. കേട്ടോ, ആദ്യം എന്റെ തെറ്റാ അത്. ഞാൻ ചെയ്യണമായിരുന്നു. അത് എന്റെ പറ്റിപ്പോയി. വിഷു ദിവസമായിട്ടല്ലേ? നല്ലൊരു ദിവസമായിട്ട്. ഹാപ്പി വിഷു. ഇതാണ് ഭർത്താവിന് ഒരു ഭാര്യയോട് സംസാരിക്കും. ഒരു വിഷു ദിവസമായിട്ട് പിന്നെ എന്തോ സംസാരിക്കണം? ഈ ആളുടെ ജീവിതം ശരിയാകത്തില്ല. ഞാനൊന്ന് പറയട്ടെ, വിഷു നല്ലൊരു ദിവസമാണ്, ഭഗവാന്റെ ദിവസമല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആകും. ശരി, ഞാൻ ക്ഷമിക്കാം, ഞാൻ ഇതൊക്കെ സഹിക്കാം, ഞാൻ കൂടെ പോയി ജീവിക്കാം. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് പറ? ഇനി മേലിൽ എന്റെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്തു വെച്ചോ ഇദ്ദേഹം മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതല്ലാതെ വേറെ വകുപ്പില്ല. ഈ മൊബൈലിൽ അവളെ അങ്ങ് ഏൽപ്പിക്കാം. അതാണ് മൊത്തം കണസാ ഇടിയപ്പം പോലെ ലോക്ക് അടിച്ചിട്ടിരിക്കുകയാണ്. എമ്മം ചെയ്താൽ തുറക്കാൻ പറ്റൂല. നീ ആ സാബുവിന്റെ കടയിൽ പറഞ്ഞൊരു സെക്കൻഡ് ഹാൻഡ് ഒപ്പിച്ച് തരുവാ. ഉറപ്പായിട്ട്. എന്നാ പിന്നെ അവളോട് പറ മൊബൈലിലെ മൊബൈൽ കൊടുത്തേറാ. അല്ല പിന്നെ എനിക്ക് വലുത് അല്ല മൊബൈലല്ല. പിടി. സമ്മതിച്ചോ? അതല്ലേ പറഞ്ഞത്, ജീവിതമാണ് വലുത്, അല്ല ഒരു മൊബൈലല്ല. മൊബൈലൊക്കെ വന്നുകൊണ്ടാണ് എല്ലാ നാശങ്ങളും ഉണ്ടായത്. അതെ. അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി രണ്ടുപേരും കൈ കൊടുത്തേ. എടാ വിഷു ഭഗവാനെ വിചാരിച്ച് കൈ കൊടുക്കണം മണിയാ പറഞ്ഞത്. ഷീജെ കൈ കൊടുത്തേ. കുഴപ്പമില്ല, ഇനി ഞാൻ ചെയ്യത്തില്ലേ? ഞാൻ ചെയ്യരുത്. എന്നെ സത്യമായിട്ട് ചെയ്യത്തില്ലേ? അകത്ത് പോയാലേ എവിടെ സ്വഭാവം എപ്പോഴും മാറുമെന്ന് അറിഞ്ഞൂടാ, എപ്പോഴും ഇറക്കി വിടുമെന്ന് അറിഞ്ഞൂടാ. ഉള്ളത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് പോയാൽ പിന്നെ വിഷയമില്ല. ഞാൻ പോട്ടെ. അതെ, നിങ്ങൾ നീക്കിയോക്കടാ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു. കാര്യം ഞാൻ ഇത്ര നാൾ ഈ കണിയും കൊണ്ട് നടക്കും ഒപ്പിക്കുന്നുള്ളതല്ല, പക്ഷെ ഒരു ജീവിതം കൂടെ ഒന്നാക്കാൻ പറ്റിയില്ലേ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. രണ്ടുപേരും ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ ചില തമാശകളെ എന്തായാലും ഞങ്ങളെ രണ്ടിനെ ഒന്നിപ്പിച്ചു. ഇനി ഞാൻ സത്യമായിട്ടും മൊബൈൽ ചിലപ്പോൾ ഉപയോഗിക്കത്തില്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ ഐശ്വര്യവും തരണേ എന്റെ ദൈവമേ. അപ്പൊ താങ്ക് യു കേട്ടാ. എടാ പിന്നെ പോകാൻ പറഞ്ഞിട്ട് എന്താടാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഹാപ്പി വിഷുവളിയാ. പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. ശ്യാമേ, രാജേഷ്, ബിജു നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു. വിഷുവിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നത് സൈക്കിളുമൊക്കെ അങ്ങനെ വെച്ചിട്ടാരും അങ്ങനെ അല്ലേ, അതൊരു പുതുമയുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിലേക്കല്ലേ കണി വെക്കണത്. ഇതെനിക്ക് തോന്നുന്ന ഒരു മൊബൈൽ കണി കൊണ്ടുവന്ന്, പക്ഷെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ്, ഒരു കുടുംബക്കാരെ രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ്. കുറേ തമാശകളുണ്ടായിരുന്നു. ഈ വൈഫ് ആ ഒരു കോംപ്രമൈസിന് വരുമ്പോൾ ഉള്ള ഈ ഭർത്താവ് ഇങ്ങനെ സൗമ്യനായിട്ട് ഇങ്ങനെ വരില്ല, ശരിയാണ് എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് വരുമ്പോൾ നമുക്ക് കരുതും കണ്ടുപോകുമെന്ന് കരുതും. പക്ഷെ അപ്പം തന്നെ ചൂടാവുന്ന ആ ഒരു മാറ്റമൊക്കെ ബിജു ഭയങ്കരമായിട്ട് ചെയ്തിട്ടാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ക്ലൈമാക്സിലും കൊണ്ടുവന്ന് എത്തിച്ച്. കാരണം ഒരു കുടുംബം ജീവിച്ചു പോകാനും അത് സന്തോഷമായിട്ട് ഒരു കുടുംബം ഇണക്കി വിടാനൊക്കെ ആയിട്ടുള്ളൊരു സംഭവം കണി വെച്ചിട്ട് സഹായിച്ച്, അങ്ങനെ നോക്കുമ്പോൾ നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ശ്യാമേ, രാജേഷ്, ബിജു നന്നായിരുന്നു കേട്ടോ. നല്ല 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. വിഷുവിൻ്റെ തലേദിവസം ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, അത് എത്രമാത്രം ഭംഗിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നു. രാജേഷ് കിടന്ന് അധ്വാനിച്ചു. എനിക്ക് ബിജുവിൻ്റെ ഫീമെയിൽ വേഷം ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു എന്താ പറയുന്നത് ഒരു റേഞ്ചിൽ ചെയ്തു, നന്നായിട്ട് ചെയ്തു. ശ്യാമേ നന്നായിരുന്നു കേട്ടോ പെർഫോമൻസ് ബേസിൽ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഹ്യൂമറിൻ്റെ കുറച്ച് കുറവ്. നമ്മൾ സ്കിറ്റ് കളിക്കുന്നതിൽ നോക്കുമ്പോൾ ഹ്യൂമറിൻ്റെ ചെറിയൊരു അഭാവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. അതൊഴിച്ചാൽ നല്ല സ്കിറ്റായിരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മളതൊരു ഇപ്പോൾ ഓണമായാലും വിഷു ആയാലും അങ്ങനെ ഒരു എന്തായാലും ഒരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ ഒരു ആഘോഷമൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൗണ്ടറുകൾ ചേർക്കേണ്ടത് കൊണ്ടാണ് ഈ കൗണ്ടറുകൾക്ക് ക്ഷാമം
ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ പെറുക്കി അവിടുത്തെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ. ഇതിന്റെ ഫ്ലേവർ ഇങ്ങനെ കൊണ്ടുപോകണ്ടോ? ആ, അതാണ് ഇതിൻ്റെ അകത്തെ കൗണ്ടർ തമാശ കുറയാനുള്ള മെയിൻ കാരണം. ആ ഒരു കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല വൃത്തിയായിരുന്നു. നമുക്ക് ആ ഫീലും എല്ലാം കിട്ടി. തമാശ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുറവുണ്ട്. കാര്യം നിങ്ങൾ എപ്പോഴും ഒരു ഫാസ്റ്റ് നമ്പർ വെച്ച് കളിക്കുന്ന നല്ല റേഞ്ചിൽ നിന്ന് കളിക്കുന്ന ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ തമാശകളുടെയൊക്കെ ഒരു ചെറിയ കുറവേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. കാര്യക്കാരുടെ കമന്റ്സ് കേട്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് മുകേഷ് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ എൻജോയ് ചെയ്തോ? നല്ല എനർജി ആയിരുന്നു. പിന്നെ ഇതൊക്കെ വായുവിൽ നിന്ന് വരുന്ന ഒരു സ്കിറ്റാണല്ലോ. കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഫ്ലോ ഒന്നും കളയാതെ, ഇപ്പോൾ തമാശ കുറേ കൂടെ കൂടാമായിരുന്നു. പക്ഷെ എനിക്ക് അറിയാനുള്ളത്, ഇങ്ങനെ കണി കാണിക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇതിനായിട്ട്. അതാ നിങ്ങൾ ഉണ്ടാക്കിയാണ്? ഞങ്ങളുടെ ആലപ്പുഴ, ഞങ്ങൾ ആലപ്പുഴ ജില്ലയാണ്. ബാക്കിലെ കാരിയറിലൊരു വരും ചിലപ്പോൾ. പണ്ട് അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ, ഞാനും ഒക്കെ ആയാലും നമ്മളൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ കൂട്ടുകാർ കൂടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്നെ കസേരയിലേക്ക് അല്ലെ തക്കാളിപ്പെട്ടി സൈക്കിളിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരുമോ? ഓരോ വീടുകളിൽ ചെന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ടിൽ വെച്ച് കോളിംഗ് ബെല്ലടിക്കും, അല്ലെ പാട്ട് പാടുമ്പോ അവർ തുറന്നു വരും, കണ്ടിട്ട് പൈസ. അല്ല, അത് നല്ലൊരു ഐഡിയ ആണ്. കാര്യം നമ്മുടെ ആ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൊല്ലം, തിരുവനന്തപുരം ഒന്നും കണ്ടിട്ടില്ല. അപ്പം പല ആൾക്കാരും പക്ഷേ വിഷമം പറയുന്നത് കണ്ടിട്ടുണ്ട്. പെട്ടെന്നായിപ്പോയി, ഞങ്ങൾക്ക് വിഷുക്കണിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അത് പ്രയാസമായിട്ടൊക്കെ പറയുന്നത്. ഇപ്പൊ ഇങ്ങനൊരു മൊബൈൽ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ടെൻഷൻ അങ്ങ് ഒഴിവാക്കാമല്ലോ. തുടക്കം മുതൽ അതിനകത്ത് വെച്ചിട്ടുള്ള സ്കിറ്റായതുകൊണ്ട് എനിക്കത് എൻജോയ്മെന്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിനിടയ്ക്ക് എനിക്കിട്ടൊരു ചെറിയ അപ്പൊ അതിനെപ്പറ്റി ഒരു പിഷാരടി മാത്രമല്ല, ഗണേഷ് കുമാറും ഞാനും ഒക്കെ അതിനകത്തുണ്ട്. അവിടെ കണ്ടില്ലെങ്കിലും സിനിമയിൽ കാണാമല്ലോ. അപ്പം ഞാൻ ഈ ഇലക്ഷന് നിന്ന അന്ന് മുതൽ തന്നെ ഒരു ചിന്ത ആൾക്കാരുടെ മനസ്സിലങ്ങ് വന്നു. ഇയാൾ ഈ സിനിമയും ടി വിയിലും നാടകത്തിലൊക്കെ പോകുന്ന ഇയാൾ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്നത്? പല സന്ദർഭങ്ങളിലും നമ്മൾ തിരുത്താനൊക്കെ നോക്കി. പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ മറക്കാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരാൾ സാധാരണയിൽ ഒളിച്ചിരുന്ന് കമൻ്റ് അടിക്കും. പണ്ടത്തെ ഊമക്കത്താണ് ഇപ്പോഴത്തെ കമൻറ്റ്. ആരാ എഴുതിയത്, എന്താ എഴുതിയത്, എല്ലാം ലോക്ക്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അവരിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അയാൾ കൊല്ലത്തില്ല മറ്റേന്നൊക്കെ പറഞ്ഞു. ഒരാൾ നേരിട്ട് വന്നിട്ട് ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ, ചേട്ടാ കൊല്ലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. കാര്യം അതിൻ്റെ ഹൈറ്റാണ്. ഈ ഒളിച്ചിരുന്നതിൻ്റെ മേളിൽ വന്നിട്ട് അങ്ങ് സങ്കടം സഹിക്കുക വയ്യാതെ മനസ്സിലങ്ങ് രോഷാകുലനായിട്ട് അങ്ങ് പറയാ. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ നേരിട്ട് വന്നാന്നല്ലോ, കൊല്ലത്ത് എവിടെയാണ് വീട്, കൊല്ലത്ത് എന്താണ് ഞാൻ ഇനി കൂടുതൽ ചെയ്യേണ്ടത്? അത് കുറച്ച് റോഡുകളും കാര്യങ്ങളും അതൊക്കെ. ഞാൻ പറഞ്ഞു, ഏത് ഭാഗമാണ്? ഞാൻ ഒരുമാതിരി ഏറ്റവും കൂടുതൽ പൈസ മുടക്കി, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് പിന്നെ ചിലവാക്കിയൊക്കെ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. നിങ്ങൾ പറ, എവിടെയാണ് ഇത് നന്നാക്കേണ്ടത്? അല്ല, ഞാൻ കൊല്ലത്ത് ഇതായിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, കൊല്ലത്ത് വന്നിട്ടില്ലേ? എവിടെ വീട്? മലബാറിലാ. കൊല്ലത്തേക്കൊന്ന് വരണം. എന്താ ചെയ്യേണ്ടത്? അതായത് അങ്ങ് വിശ്വസിക്കുകയാണ് മലബാറിലെ അയാള്. എന്നാ പിന്നെ ഒന്ന് എഴുതി കളയാം, അവന് മനസ്സിൽ വിഷമം വരുന്നെങ്കിൽ വന്നോട്ടെ പറഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്താലും അത് സിനിമ. എന്നാൽ നമുക്ക് അങ്ങനെ ഒരാളടുത്ത് നോ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ശീലമില്ല. ഒരാൾ ഒരു ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. ഇത് എൻ്റെ മാത്രമല്ല, കലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയുമാണ്. അത് വിടുക. ടോട്ടാലിറ്റിയിൽ വിഷുവിന് ഒരു നല്ല സൽപ്രവർത്തി ചെയ്തു എന്നുള്ള ആ ഒരു തീമിനകത്ത് നിന്നത് വളരെ നന്നായി. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഒരു പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താവിനെ ചേർക്കാനായിട്ട് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കൂട്ടുകാരൻ്റെ ഒരു ശ്രമം, അതൊരു നല്ല ഭംഗിയാണ്. പിന്നെ ഈ സൈക്കിളിൽ കണി, വിഷുക്കണി, ഇങ്ങനെ മൊബൈൽ കണി കൊണ്ട് നടക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, എവിടെയോ ഉണ്ടെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അഥവാ ഇല്ലെങ്കിൽ പോലും ആ കോൺസെപ്റ്റ് വളരെ ഭംഗിയുണ്ടത്. ഇല്ലെങ്കിലും അത് സത്യമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ആ കോൺസെപ്റ്റ് നന്നായിരുന്നു. പിന്നെ ബിജു അല്ലേ? അതെ, ബിജുവിൻ്റെ വറവ് അടിപൊളിയായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭർത്താവിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ആ ഒരു പഴയ സിനിമയിലൊക്കെ വരുന്ന ഒരു അഭിനയം ഉണ്ടായിരുന്നു. ആ കരച്ചലിൻ്റെ തുടക്കം ചുണ്ട് വെച്ചിട്ട്, അയ്യോ, അത് ഞാൻ സത്യമായിട്ട് നല്ലോണം അങ്ങ് ചിരിച്ചു. അത് നന്നായിരുന്നു. യുവർ ബോഡി ലാംഗ്വേജ്. കല്യാണരാമനില് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കണക്ക് ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ ഒരു സ്ത്രീയുടെ. അതോ നാട്ടും പുറത്ത് ഉള്ള ആ ഒരു സ്ത്രീയുടെ കൈ വള പോലും ഊരി അങ്ങ് ഓടിക്കളഞ്ഞു അവിടെ.
അത്രയ്ക്ക് ചൂണ്ടി കാണിച്ചൊക്കെ സംസാരിച്ച ആ ഒരു ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു. അവസാനം നന്നായിരിക്കണം. ഈ മൊബൈൽ ഇഷ്യൂ നല്ല ഇഷ്യൂ ആണ്, അത് പല സ്ഥലങ്ങളിൽ നടക്കുന്നതാണ്. അതൊരു കോൺസെപ്റ്റായിട്ട് എടുത്ത് അത് കാരണം പിരിഞ്ഞിരിക്കുന്ന ഒരു കുടുംബത്തിനെ ചേർക്കാനായിട്ട് വിഷുവിടെ അന്ന് തന്നെ തീരുമാനിച്ച് വിഷുക്കൈയായിട്ട് കൈനീട്ടമായിട്ട് ഒരു നല്ലൊരു സമ്മാനം തന്ന് അത് നന്നായിട്ട് എൻഡ് ചെയ്തു. കൊള്ളാം. കുറച്ച് തമാശ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. സൂപ്പർ, അടിപൊളി. മാം പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ശാന്തി മാം? നിങ്ങളുടെ സ്റ്റാർട്ടിങ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ തന്നെ ഈ സൈക്കിളിൽ കണി വെക്കുന്നത്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേറെ പ്രോപ്പിന് പകരം ഒരു സൈക്കിൾ വെക്കുകയാണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. ബട്ട് അതുപോലൊരു സംഭവം ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. പിന്നെ നിങ്ങളുടെ ഈ പ്രാക്ടീസ് ചെയ്തതിന്റെ ആണോ അതോ നിങ്ങൾ ഇംപ്രോംപ്റ്റു ചെയ്യുന്നതാണോ? അതൊക്കെ ഉണ്ട്. ഒരു ചക്ക വീണ് നടന്ന് എന്തൊക്കെ ഉണ്ട്. ബിക്കോസ് അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ആർട്ടാണ് സത്യം പറഞ്ഞ തിയേറ്റർ ആർട്ട്. എന്ന് വെച്ചാൽ ഇതുപോലെ സ്കിറ്റൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ആ കൊള്ളാം കൊള്ളൂല എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും എത്രത്തോളം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അത്രയും റിഹേഴ്സൽ മാത്രമല്ല, അപ്പോൾ തന്നെ ആ ഒരു സെക്കൻഡിൽ നമുക്ക് ആ എന്തെങ്കിലും ആരും അറിയാത്ത രീതിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന അത് തന്നെ ഒരു ടാലൻ്റാണ്. സോ അതെല്ലാവർക്കും അത് തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ടോട്ടാലിറ്റി വൈസ് ആ തീം വെച്ചുകൊണ്ട് നന്നായിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അപ്പം നമ്മുടെ കാര്യക്കാരുടെയും അതുപോലെ തന്നെ ഗസ്റ്റിന്റെ ഒക്കെ കമന്റ്സ് നമ്മൾ കേട്ടു. ഇനി നമുക്ക് നേരെ സ്കോർസ് അറിയാനുള്ള സമയമാണ്. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് നസീർക്ക. ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000. പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 13,000 രൂപ. 13,000. അപ്പം അങ്ങനെ 13 + 13 26,000 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയാം ബിജുകുട്ടൻ ചേട്ടൻ എത്രയാണ് ഹൈഡ് ചെയ്തിട്ടുള്ളതെന്ന്. പിടിച്ചോ. 55,000 രൂപയാണ് നേടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം വീണ്ടും കാണാം. താങ്ക് യു, ബൈ. ഇലക്ഷൻ ചൂടൊക്കെ ഇങ്ങനെ പയ്യെ ആറി തുടങ്ങി, വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ റിസൾട്ട് അറിയാനായിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഈ ഒരു സമയത്ത് ഇലക്ഷൻ നടന്നപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തിരുന്നു. മേനക മാമും ശാന്തി മാം ഒക്കെ പോയിട്ട് വോട്ട് ചെയ്തിരുന്നു അല്ലേ? എനിക്ക് വോട്ടർ ഐ ഡി ആയിട്ടില്ല. കാരണം ബാംഗ്ലൂരിലായിരുന്നു വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു 18 വയസ്സിന് താഴെയാണ്. അത് അങ്ങനെ വിചാരിച്ചല്ലേ? ഞാൻ ഈ അടുത്തിടയ്ക്കാണ് എൻ്റെ ഇലക്ഷൻ ലിസ്റ്റിലേക്ക് പേര് ആക്കിയത്. ഞാൻ തന്നെ മുൻകൈ എടുത്ത് അത് ചെയ്തു. അല്ല, പ്രായമാകണം. പ്രായപൂർത്തി ആയെങ്കിലേ വോട്ട് ചെയ്യാൻ പറ്റും. പ്രായപൂർത്തി എനിക്കായി. 18 വയസ്സ് കഴിഞ്ഞോ? 18 വയസ്സൊക്കെ 5 ഒരു 12ാം ക്ലാസ് 12 വയസ്സുള്ള കുട്ടി 8ാം ക്ലാസ് 7ാം ക്ലാസ് പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഇഷ്ടമായി. ഞാനൊരു നല്ല സ്കിറ്റ് തരാം ഈ ഒരു കോംപ്ലിമെന്റിന് വേണ്ടിയിട്ട്. നമ്മുടെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം സുധീഷ് പുനലൂർ, ബിജു വർഗീസ് ആൻഡ് മാളു. ഒരു വലിയ കൈയടി കൊടുക്കാം. എറണംകെട്ട വീട്ടിലോട്ട് കെട്ടിക്കേറി വന്ന് അന്നോട്ട് തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. പാത്രം കഴുകിയും തുണിയലക്കി ഞാൻ മടുത്ത്. എൻ്റെ ദൈവമേ. എന്നിട്ട് ഞാൻ പറഞ്ഞ് തുണി കഴുകാൻ വയ്യാഞ്ഞിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതാ ചേട്ടാന്ന്. അങ്ങേരെ എൻ്റെ ഇടയ്ക്ക് പറയുക കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എന്തിനാടി ഈ വാഷിംഗ് മെഷീൻ എന്ന്. ഞാൻ എന്താ കാണിക്കാനാ? ഇവിടുത്തെ പാത്രം കഴുകി എൻ്റെ കൈ കഴുകി തീരാറായി. ഈശ്വരാ, ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കാതെ എന്നെ അങ്ങ് തിരിച്ചു വിളിക്കണേ ഈശ്വരാ. ഭഗവാനെ, ചുമ്മാ അങ്ങ് പറഞ്ഞപ്പോ അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തല്ലേ. പെട്ടെന്നൊന്നും ഞാൻ വരുന്നില്ല, കുറച്ചു കാലം കൂടെ കഴിയട്ടെ. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. എന്ത് പറയാനാന്ന് അതെ. ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെ പദം പിറക്കി പറയുന്നതെന്ന്. ഉള്ള കാര്യം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാൻ വലിയ കുടുംബത്തിലൊക്കെ ജനിച്ചതാ. പക്ഷെ ഞാൻ ഈ കല്യാണം കഴിക്കുന്ന സമയത്തെ മറ്റേ ഈ കലിപ്പന്റെ കാന്താരിയൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ഈ കലിപ്പന്റെ കാന്താരി ആകാനായിട്ട് ഞാനൊരു കലിപ്പനെ നോക്കി അങ്ങ് കെട്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചാലും ഒരു ഇച്ചിരി കലിപ്പ് കൂടിപ്പോയി. ഒന്ന് രണ്ടാമത്തിന് അടിച്ചു തരും. അതാ, അയ്യോ എന്ത് പറയാനാ. നാട്ടിലുള്ള വള്ളി മൊത്തം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരികയും ചെയ്യും. എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയിപ്പോൾ വിറകും കൂടെ കീറി ഇടണമല്ലോ ദൈവം. ഇല്ലെങ്കിൽ കലിപ്പം വന്നിട്ട് എന്ത് ചെയ്യുന്നു. ഈ 2-3 മാസമായിട്ട് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ ഗ്യാസ് കുറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്? ഉണ്ടായില്ലേ? ദൈവം സഹായിച്ചു, എനിക്കത് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ഗ്യാസ് അടുപ്പില്ല. വിറകിൽ ഊതി 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 ഞാനിപ്പോൾ കുഴല് പോലായി. ആപ്പിള് പോലിരുന്ന ഞാനാ ഇപ്പം മാങ്ങാണ്ടി പോലായി. ഓ, അങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ ആ വിറക് കീറിയിട്ടേച്ചും വരട്ടെ. ഈശ്വരാ ഭഗവാനെ. നമസ്കാരം. മനസ്സിലായ എന്നെ? പന്നിപ്പറമ്പിൽ ഐസക്ക്.
കറങ്ങണ കോഴിയാണ് ചിഹ്നം. 4 പ്രാവശ്യം കൊണ്ട് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു. അന്തസ്സായിട്ട് 4 പ്രാവശ്യം തോറ്റു കൊടുത്തു. ഇപ്രാവശ്യം നിൽക്കുകയാണ് വാശിക്ക് 5ാമത്തെ പ്രാവശ്യം. ഞാൻ എല്ലാവരുടെ പുറകെ നടന്ന് പറഞ്ഞു, മേഡം എനിക്കിട്ട് കുത്തനെ എന്ന്. ഒരു മനുഷ്യൻ എനിക്കിട്ട് കുത്തിയില്ല, ഒരാള് കുത്തി. ആരെന്നറിയാ? എൻ്റെ അച്ഛൻ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, 4 പ്രാവശ്യം തോറ്റിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ വീണ്ടും നിൽക്കണം അല്ലടാ പുല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ചിറിയിലിട്ട് ആ കുത്താണ് കുത്തിയത്. ഇപ്രാവശ്യം അങ്ങനെ വരുമൊന്നുമില്ല. ഈ ഇലക്ഷന്റെ തിരക്കിലും ഞാൻ ഓടിപ്പിടിച്ച് ഇവിടെ വന്ന് നിൽക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായ? നമ്മൾ സ്ഥാനാർത്ഥിമാര് പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാരിയും മറ്റൊക്കെ പണയം വെച്ചാണ് പോസ്റ്ററും ഫ്ലെക്സും മറ്റൊക്കെ അടിച്ചു വെക്കണത്. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇത് ചില സാമൂഹിക വിരുദ്ധന്മാര്, സാമൂഹിക ദ്രോഹികൾ വന്ന് നമ്മളില്ലാത്ത സമയത്ത് വലിച്ചു കീറിയാൻ കളയുന്നു. ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. എൻ്റെ ജംഗ്ഷനിലിരുന്ന എൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റർ ഈ വീട്ടിലെ ഗിരി എന്ന് പറഞ്ഞവൻ വലിച്ചു കീറി. ഗിരി, റേഷൻ കാർഡിൽ നിന്ന് നിന്റെ അരി വെട്ടിയടാ, നീ ഇല്ല നീ. ഇത് പറഞ്ഞോണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടാണെന്ന്. ഇല്ല, അക്രമ രാഷ്ട്രീയത്തിന് എതിരാണ് ഞാൻ. ഈ കൈ കണ്ട അഴിമതിയുടെ ചോരക്കറ ഞാൻ പുരളാൻ ഞാൻ സമ്മതിക്കുമല്ലോ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് അന്തസ്സായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അറിയാ, ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അളിയാ. ഹലോ എടാ, എടാ നിന്നെ കാണാനില്ലല്ലാടേ. നീ എവിടത്തെ മണ്ടനടാ? എടാ ഇത് ഓഡിയോ കോളാണ്, വീഡിയോ കോളല്ല, കാണാൻ പറ്റൂല. ഞാൻ ഒന്നാമത് ഏറിൽ നിൽക്കണം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ എടാ നമ്മളെ പോസ്റ്റർ കീറിയ ഗിരിയുടെ വീട്ടിലാണ് സുഹൃത്തെ ഞാൻ നിൽക്കുന്നത്. ഓ, ഇവനെ വെട്ടണ്ടേ നമുക്ക്? പിന്നെ അവന്റെ പണി നമ്മൾ തീർക്കും, പണി കൊടുക്കും. നീ പെട്ടെന്ന് വാടാ. ഞാനല്ല വരണത്, പിന്നെ നമ്മളെ ഗുണശേഖരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരു ഗുണമില്ലാത്ത അവനെ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നമുക്കറിയാത്ത ഒരുപാട് ഗുണങ്ങൾ അവനുണ്ട്. അതല്ല രാജേഷേ, ഗുണശേഖരൻ നമ്മുടെ പാർട്ടിക്കാരല്ല. അവ ഇന്നലെ വെളുപ്പിനെ ആയടാ നമ്മളെ പാർട്ടിയിലായി രഹസ്യമായിട്ട്. ഓ എടാ, അവനല്ലേ ഈ പോസ്റ്റർ കീറിയ കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞത്. അഥവാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവസാനം അവന്റെ തലയെ കെട്ടിവെച്ചു കൊടുത്താൽ മതി. ഇനി അവൻ വെട്ടൂല്ല, പിന്നെ ഉറപ്പായിട്ടും എത്തും. എനിക്കതറിഞ്ഞാ മതി. ഓക്കെ, ഇപ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ വീട്ടിൽ കെട്ടൂലെന്നാണ് ഭാര്യ പറഞ്ഞേക്കുന്നത്. ഇനി വന്ന് ഗുണശേഖര വേണ്ട, ഇലക്ഷൻ നിൽക്കണ്ടേ? അതല്ല, സംസാരിക്കണ്ട. നീ എവിടെയായിരുന്നു നീ കുറെ കാലം? അവസാനം ഒരു ആവശ്യം വന്നപ്പോ ഞാനേ വന്നോളൂ നിങ്ങളുടെ പാർട്ടിയില്. അതത്രേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയിൽ ഓരോരോ വികസന കാര്യങ്ങൾക്ക് ഇനി ഞാൻ ഉണ്ടാവും, പേടിക്കണ്ട. ഈ അവൻ എവിടെ? ഇവിടെ ആരാണ് ഈ ഫ്ലെക്സ് കീറിയത്? ഈ ഫ്ലെക്സ് കീറിയ ഗിരി. അവനെ ഈ സമൂഹത്തിന് മുന്നിട്ട് ഇടിച്ച് പരത്ര എനിക്ക്. ഇടാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂലെന്ന്. പിന്നെന്താണ്? നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മൾ അവനെ നൈസായിട്ട് വിളിച്ചു വരുത്തി വേണം നമുക്ക് പ്രയോഗിക്കാൻ. അതൊക്കെ പ്രയോഗിക്കാം. നീ താമസ കാര്യം എന്തേ? താമസ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാണ്. ഇവിടെ വലിയ കഥ കേട്ടോണ്ടിരിക്കാനുള്ള സമയമില്ല. ഗിരി ഇറങ്ങുന്നു, ഗിരിയെ വെട്ടുന്നു. ഷോർട്ടായിട്ട് പറ. ഷോർട്ടായിട്ട് പറയണല്ലേ? ഫ്ലന്ന്. ഫ്ലെക്സ് അടിക്കാൻ പോയപ്പോ എന്റെ കൂട്ടുകാരനെ കണ്ടു, അവന്റെ അടുത്ത് സംസാരിച്ച് നിന്നു. ഫ്ലെന്ന്. ഞാൻ ചോദിച്ചത് പിന്നെന്താണ്? നീ താമസിച്ച കാര്യം എന്താണ് വ്യക്തമായിട്ട്? അതല്ലേ പറഞ്ഞത്. ഞാൻ ഫ്ലെക്സ് അടിക്കാൻ ചെന്നപ്പോ അവിടെ എന്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ, അവൻ പണ്ട് ഓട്ടോഗ്രാഫി എഴുതി തന്നിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. പ്രിയ സുഹൃത്തെ, മരിച്ചാലും മറക്കില്ല നിന്നേന്ന്. എന്നിട്ട് 1.5 മണിക്കൂർ എടുത്ത് അവന്റെ അടുത്ത് ഞാൻ ആരെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേ. ആ പുള്ളൻ എന്നെ മനസ്സിലായില്ലേ? ഇത് നമുക്കറിയാം. ഇതുപോലെ ഓരോരോ ഫ്ലെക്സുകൾ പലയിടത്തും വെക്കാം. ഞാൻ എഴുതി വെക്കാം. ആരെഴുതി വെക്കാം? ഞാൻ എഴുതി വെക്കാം. കഴിഞ്ഞ തവണ ഞാൻ പാർട്ടിയിൽ ഞാൻ കിടക്കായിട്ട് എഴുതി വെച്ചില്ലേ? ഇവൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസം എന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇവനെ എന്തിനാണ് പറഞ്ഞു വിട്ടേന്ന് അറിയാമോ? ഓരോ പാർട്ടിക്കാർക്ക് ഓരോ ആപ്തവാക്യം ഉണ്ടല്ലോ, വരും റെഡിയാക്കും പോകുന്നൊക്കെ. എന്റെ പാർട്ടിയുടെ ആപ്തവാക്യം എന്താണെന്ന് അറിയാം? കൂടപ്പിറപ്പായി ഐസക്കുണ്ട്. 9ാം വാർഡിൽ എഴുതി വെച്ച എന്താണെന്ന് അറിയാം? കൂടെ കിടക്ക ഐസക്കുണ്ടെന്ന്. 9ാം വാർഡിലുള്ള ഒറ്റ വോട്ട് കിട്ടിയില്ല. അയ്യോ, അങ്ങനെയാണ് ഞാൻ തോറ്ററിയാം. അതൊന്നും പറഞ്ഞേക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവന് ചവിട്ടി നോക്കണ്ടേ? ചവിട്ടി നോക്കണം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ വിഷയം നേരെ കേന്ദ്രമന്ത്രിയുടെ അടുത്ത് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് പുള്ളി വരട്ടെ. പുള്ളി വരുമ്പോ നമ്മൾ ഇവനെ ആവശ്യത്തിന് ഇടിക്കണം. ഇവനെ ഗിരിയെ വിളിച്ചു വരുത്തുന്നു, നമ്മൾ ആവശ്യത്തിന് ഇടിക്കുന്നു. അപ്പൊ ഇതുപോലെ ആൾക്കാർ നോക്കത്തില്ലേ? ആ സമയം നമ്മൾ സ്വന്തമായിട്ട് ഷർട്ട് കീറിയിട്ടിട്ട് ഞങ്ങളുടെ ഫ്ലെക്സ് അവൻ കീറി, ഇപ്പതാ ഇവിടെ ഞങ്ങളെ അടിച്ചു കൊല്ലണോ, സഹതാപ വോട്ട് പിടിക്കണോ എനിക്ക്. അങ്ങനെ സഹതാപ വോട്ട് നമുക്ക് കിട്ടും. ഇത്തവണ കിടുക്കായിട്ട് ജയിക്കാം. 4 വർഷം തോറ്റില്ലേ? സഹതാപ വോട്ട് പിടിച്ച് എങ്ങനെയെങ്കിലും ജയിക്കണം. അത് തന്നെ, അവനെ നമുക്ക് കൊണ്ടുവരാം. എനിക്ക് എന്താ അറിയണം, അഭിനയം എന്ന് പറഞ്ഞാൽ ഇതും കയറി വരും. ഓരോ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്. എന്തോ ഓരോ അക്രമം നടത്തുമ്പോ സൗണ്ട് കേട്ട് ഗിരി വെളിയിൽ വരും. വെളിയിൽ പറഞ്ഞതും വെട്ടിക്കോളവനെ. ആദ്യം ഒരു കാര്യം ചെയ്യാം. കീറാനും പറ്റുന്നില്ല. സമൂഹമേ അടി.
എന്താണ് ഇങ്ങനെ കൊച്ചിന്റെ ഡ്രസ് ഗുണശേഖര പിള്ളേരെ തൊട്ടുള്ള കളി വേണ്ട. കൊച്ചു പിള്ളേരെഞ്ചോ എന്തോന്ന് പഠിച്ചടാ അണ്ണ. ഇപ്പോഴാണ് എനിക്ക് അണ്ണനോട് ബഹുമാനം തോന്നുന്നത് നേതാവേ. എന്തൊക്കെയായാലും കൊച്ചുങ്ങളോട് ഇത്ര സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കീറണ്ടെന്ന് പറഞ്ഞത്. ആർക്ക് സ്നേഹം? നിങ്ങക്ക്. എന്റെ കൊച്ചിന്റെ അതേ അളവ്. കൊച്ചിന് തുണി മാറ്റി കൊടുത്തിട്ട് എത്ര ദിവസമായി? വീട്ടിലല്ലെങ്കിൽ പെണ്ണുള്ള വീട്ടിൽ കയറ്റൂല. അപ്പൊ ഇത് ഏത്? അതൊക്കെ അല്ലേ ചുരിദാറ് പെണ്ണും പിള്ളേരുടെ അളവ്. കീറല്ലോ, മാറ്റി വെക്കാം. കീറാൻ പറ്റൂലല്ലേ? ഇനി ഒന്നുമില്ല. ഇതൊക്കെ വെട്ടട്ടെ. വെട്ടി തള്ളാങ്ങോട്ട്. അത്ര തന്നെ. എല്ലാം ഉണ്ടേ കൂടുതൽ. വെട്ടി അത്ര തന്നെ. ചോദിക്കിരി ഇറങ്ങണതും വെട്ടണം. ഞാൻ ഇതുപോലെ ചെയ്യണോ? ഞാൻ ഇതുപോലെ ചെയ്യട്ടാ. ഇറങ്ങി വാടാഗിരി ചൊണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടാ, പോസ്റ്റർ അടിച്ചു വെച്ചത് കാണാനല്ല. ഉണ്ടെങ്കിൽ ഐവിടെ പിന്നും വെള്ളം അങ്ങോട്ട് മാറി. ആഹാ, ഇറങ്ങി വാടാഗിരി. ഐവിടെ പിന്നും വെള്ളം അങ്ങോട്ട് മാറിയില്ല. അങ്ങോട്ട് നശിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വാടാഗിരി. എന്തുവാ പൊട്ടിക്കല്ലേ? ഓരോ കല അടിച്ചു പൊട്ടിച്ചപ്പോഴും ഓരോ കെട്ടിപ്പിടുത്തം. ഇവിടെ ഒരു കല വരുന്ന അതെവിടാത്? മതി. അത് അലൂമിനിയമാ. അല്ലെങ്കിൽ എനിക്കൊരെണ്ണം പൊട്ടിച്ചൊരു കെട്ടിപ്പിടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താ ഇവിടെ എന്താ ഇതൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന? എന്താ ആരെന്നറിയാമോ? ഐസക്. അയ്യോ ചേട്ടാ, തൊണ്ടവേദന. ഐസൊന്നും ഇവിടെ വേണ്ട. അതെല്ലാം വെള്ളം ഇട്ടോണ്ട് നിക്കണ കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു. ഇതാണ് ഐസിലിട്ട പന്നി. പന്നിപ്പറമ്പിൽ ഐസക്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചത്. സ്ഥാനാർത്ഥിയൊക്കെ സമ്മതിച്ചു. ഇവിടെ വന്നിട്ട് ഇതൊക്കെ തല്ലി പൊട്ടിക്കേണ്ട ആവശ്യം എന്തുവാ? അത് ആക്ച്വലി ജംഗ്ഷനിലുള്ള എന്റെ ജംഗ്ഷനിലുള്ള പോസ്റ്ററുള്ള ഭർത്താവ് ഗിരി വലിച്ചു കയറി. ഒരു മിനിറ്റ്, വെളി ഇറങ്ങണത് അവനെ കുട്ടും. നീ എങ്ങനെ തോക്കാതിരിക്കും? അതായത് അങ്ങനെ പെട്ടെന്ന് കയറി പറഞ്ഞു അവൾ കെട്ടിയവനെ വിളിച്ച് പറയത്തില്ലേ നമ്മൾ അടിക്കാൻ വേണ്ടി വന്നതാണെന്ന്? അങ്ങനെ പറയും. പിന്നെ അതുകൊണ്ട് തഞ്ചത്തിനങ്ങ് പറയണം. നീ അവനെ കൂടെ അറിയിക്കണോ? ആരെയാ? തങ്കപ്പനെയും കൂടെ. ഇനി അങ്ങനെയുള്ള സാധനം പറയരുത്. അതല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ പിച്ചയാണല്ലോ. അത് പണ്ടേ അങ്ങനെയാണല്ലോ. അതല്ല, രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ. നിങ്ങളെ പോലെ ഗുണ്ടകൾ പറഞ്ഞു തരുന്നതാണല്ലോ നമുക്ക് വേദവാക്യം. അതുകൊണ്ട് തഞ്ചത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാം. ഇതെന്തിനാ അടിച്ചു പൊട്ടിച്ചെന്നറിയാമോ? നിങ്ങളുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചു. ഇനി കൊറേ അടി ഉണ്ടല്ലേ? അടിക്കാൻ കിടക്കണല്ലേ ഉള്ളു. അടിയോടടിയായിരിക്കും. എന്റെ ചേട്ടൻ ലോട്ടറി എടുക്കാറില്ലല്ലോ. അലിച്ചടാ, അവൻ ലോട്ടറി എടുക്കൂലെന്ന്. അതെന്താ അറിയാമോ? എടുക്കാത്ത ലോട്ടറിക്കാണ് ലോട്ടറിയോ? നമ്മൾ ചിലപ്പോ 15, 25 എടുക്കും. അപ്പൊ 26 എടുക്കാത്ത 26 അടിക്കുന്നേ. അതുപോലെ എടുക്കാത്തൊരു ലോട്ടറിക്കാണ് നിന്റെ കെട്ടിയവൻ അടിച്ചത്. ഓ, അങ്ങനെയായിരുന്നല്ലേ? അതങ്ങ് വിശ്വസിച്ച്. ഈ ബമ്പറൊക്കെ അടിച്ചതായിരിക്കട്ടെ, ഈ ബമ്പർ അടിക്കുന്നതിന് എന്തിനാ ഇതൊക്കെ തല്ലി പൊട്ടിക്കുന്നേ? അത് സംഭവം അറിയാമോ? നമ്മൾ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തെ കാര്യങ്ങളെല്ലാം തീരുമല്ല. നേരെ വർക്കലെ കൊണ്ടങ്ങ് ഒഴുക്കാമല്ലോ. വർക്കലെ കൊണ്ട് ഒഴുക്കാനോ? അയാള് പറഞ്ഞു വന്നത് തരാം കേട്ടാ. കാശുകാരായല്ലോ. ഇനി ഇത് വർക്കലെ കൊണ്ട് ഒഴുക്കിയിട്ട് ലോട്ടറി അടിച്ച പൈസക്ക് അവിടെ ഒരു ഫ്ലാറ്റ് മേടിക്കാം. അതാണ് പറഞ്ഞത്. അതായിരുന്നോ പറഞ്ഞത്? ഇനി എങ്ങോട്ടേ? ഇനി സംസാരം പറച്ചില്ല, കാര്യങ്ങൾ പറയുക. അവനെ വിളിക്കാൻ 2 ഇടി കൊടുക്കുക. അത്ര തന്നെ കാര്യങ്ങൾ പറയട്ടെ. കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങോട്ട് നിക്കേ. ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞ കള്ളവാ. ഞങ്ങൾ കള്ളന്മാരാ. നിന്നെയൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി നീയൊക്കെ കള്ളന്മാരാ. അങ്ങനെയല്ല, പിന്നെ ഞങ്ങൾ കള്ളത്തരം പറയാം. നിന്റെ കെട്ടിയവൻ ലോട്ടറിയും കുത്തൊന്നും അടിച്ചിട്ടില്ല. നിന്റെ കെട്ടിയവനെ ഇടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിന്റെ കെട്ടിയവൻ എവിടെ പോയി? മരണത്തിന് പോയി. ഈ ഗിരി എപ്പോ പോയിട്ട് വരും മരണം കഴിഞ്ഞിട്ട്? 3 മണിയാകുമ്പോ വരും. 3 മണിയോ? 3 മണി വരെ എന്ത് ചെയ്യുന്നു? അംഗനവാടി പോയി. ഗിരി കെട്ടിയവനെ അല്ല, എന്റെ മോൻ 4 വയസ്സ് അംഗനവാടി പോയി. എന്റെ മകൻ 4 വയസ്സ് അംഗനവാടി പോയി. അല്ലപ്പോ മറ്റേ ജംഗ്ഷനിൽ വെച്ച പോസ്റ്റർ വലിച്ചു കയറിയ ഗിരി എന്നല്ലേ പറഞ്ഞേ? എന്റെ മോൻ 4 വയസ്സുള്ള എന്റെ മോൻ. അവനായിരിക്കും ചിലപ്പോ ചെന്ന് കീറി. അവന്റെ ഹൈറ്റിനനുസരിച്ച് കണ്ടപ്പോ കീറിയതായിരിക്കും. സ്വാഭാവികം. 4 വയസ്സ് മുട്ടിലഴിഞ്ഞോണ്ട് നടക്കണ കൊച്ചു പോസ്റ്റർ കീറിയനാടാ എന്നെ വിളിച്ചോണ്ട് വന്നത് അടിക്കാൻ. അല്ല, ഞാൻ അവിടെ നോക്കുമ്പോൾ അങ്കൻവാടി അടുത്തുള്ള സാധനമാണ് കീറിയത്. ടീച്ചറിന് നോക്കുമ്പോൾ ഗിരി എന്ന് പറയുന്ന ആളും പറഞ്ഞു, വീടും പറഞ്ഞു. കൊച്ചു ചേർക്കണമെന്ന് ടീച്ചർ പറഞ്ഞില്ല. അതിൽ ഞാൻ പാർട്ടി ഓഫീസിൽ പോയി പറഞ്ഞു ഒന്ന് എൻട്രി ആക്കി വേണ്ടി അങ്ങനെ ചെയ്തത്. എടാ 250 രൂപ സെറിലാക്കി തീരാനുള്ളതാണ്. വിഷയം ഉണ്ടാക്കി കളഞ്ഞല്ലടാ നീ. ഒരു കാര്യം ചെയ്യും,
10, 200, 500 കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒതുക്കായി. എല്ലാം വലിച്ചു കാരണം ഒന്നാമത് നാളെ കലാശാല ബാബു ആണല്ലോ. ആ അത് തന്നെ നാളെ അതാണല്ലോ കുട്ടിക്കലാശം. ആ കുട്ടിക്കലാശം ഇന്നുകൂടി കഴിഞ്ഞ് നമുക്ക് പാർട്ടിക്ക് വിജയിക്കേണ്ട. അങ്ങനെ ചെയ്ത ഐഡിയ അല്ലേ? ഒരു കാര്യം ചെയ്യ്, പോയാ നോക്കിയാണ് പെണ്ണമ്പള പോയി. എവിടെ പോണ്? 4 വയസ്സുള്ള എന്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ വന്നതാണല്ലോ. എന്റെ സാധനം എല്ലാം ദൈവമേ, എന്റെ സാധനം എല്ലാം നശിപ്പിച്ചേ. അയ്യോ 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 നാട്ടുകാരെ മീഡിയക്കാരെ എല്ലാരും നോക്കി എല്ലാരും കവർ ചെയ്യണേ എന്റെ ഭഗവാനെ. കാല് പിടിക്കാം, എന്ത് വേണേലും ചെയ്യാം. ഒന്നും ചെയ്യണ്ട. കാല് പിടിക്കാം. തൂത്തുവാരി കൂട്ടിയേട് ശകലം സൂപ്പർവൈസും കൂടെ മാതിരി. അയ്യോ അയ്യോ ഒരു സാധനം അറിയാണ്ട് പറ്റിപ്പോയതാണ്. ഒന്നും ചെയ്തില്ല. തൊട്ടുമായിരുന്നു കൊണ്ടാറുന്ന ഒരെണ്ണം കൂടി അങ്ങ് പൊട്ടിച്ചല്ല. സോറി അറിയാണ്ട്. എന്നെ കറി പിടിച്ചേ. അയ്യോ അയ്യോ പിടിക്കാൻ പോയല്ലോ. ദാണ്ട് ഓരോന്ന് ഷൂട്ട് ചെയ്യണ്. ആര്? ആ ക്യാമറകളൊക്കെ വന്നല്ലേ? ആ ക്യാമറ വന്ന് 1, 2, 3, 4, 25 ക്യാമറ ഉണ്ട്. ആരതൊക്കെ അറേഞ്ച് ചെയ്ത്? ഞാൻ വിളിച്ചു വരുത്തി. അവനെ തല്ലുമ്പോ ഇമാരിപ്പൊ കയറി വരും നമ്മൾ അറിഞ്ഞ. ദാണ്ട് എല്ലാം ഷൂട്ട് ചെയ്യുന്നു. പാവ ഒരു സ്ത്രീ എടുത്ത്. അയ്യോ ചാനലുകാരെല്ലാം ഉണ്ടോ? ആ ദാണ്ട് എല്ലാം ചാനലുണ്ട്. ഓ ഭാഗ്യം. 24 ന്യൂസ് ഇല്ല. 24 ന്യൂസ് ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ സ്പ്രെഡ് ആയനെ. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ട്. അവരുടെയാണ് 4 ഡ്രോൺ. ഇതാണ്ട് എവിടെ? അപ്പൊ എന്നെ മോൻ കാണൂലേ? പിന്നെ കാണൂലേ? പേരിൽ നഗ്നതാ പ്രദർശനം കാണിച്ചിരിക്കുന്നു. അവരല്ലേ പറയാനുള്ളത്? അത് കുറച്ച് കഴിഞ്ഞല്ലേ പറയൂ. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്തോ ആയാലും അകത്താവും. ഇനിയിപ്പോ ഞാൻ ഫോൺ അടിക്കുന്നു. ഫോണ്. അയ്യോ കേന്ദ്രമന്ത്രി ചൗധരി വിളിക്കുന്നു. ഹലോ मैम ऐसा हूँ चौधरी साहब हाँ ठीक है അബദ്ധം പറ്റിപ്പോയെന്ന് പറ. ഇവിടെ ഇതർ മേര പരിസരത്തെ എല്ലാ പോസ്റ്ററും കീറി കീറി ഈ എല്ലാം എല്ലാത്തിന്റെ ഹിന്ദിയാ പൂരാ കീറി ഹേ പൂരാ കീറി ഹേ പൂരാ. ഹലോ സോറി സാർ, അങ്ങനെ പറഞ്ഞല്ല. മലയാളിയാണ് PA. പുള്ളിയാണ് ഇപ്പൊ എടുത്തത്. പുള്ളി പറയുന്ന അയാൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചെന്ന് പറയും. ഫ്ലൈറ്റ് എറണാകുളത്ത് ഇറങ്ങാൻ നേരെ തിരിച്ചു പോയേക്കണ്. കേന്ദ്രമന്ത്രി പോയി. ഇനി നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള നമ്മുടെ പാർട്ടിയുള്ള ആർക്കും വോട്ട് കൊടുക്കരുതെന്നാണ് പുള്ളി പറഞ്ഞേക്കണത്. കെട്ടിവെച്ച എല്ലാ പൈസയും പോയി. ഞാൻ തോക്കും. 5ാമത്തെ തവണ ഭീകരമായ തോൽവി. എനിക്ക് വയ്യേ. നിങ്ങൾ തോക്കത്തില്ല, നിങ്ങൾ ജയിക്കും. എന്തോന്ന്? നിങ്ങൾ ജയിക്കും. ഞാൻ ജയിക്കോ? അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കണ വവ്വാൽ ചിഹ്നത്തിൽ ഇരിക്കണ താമരാശം പിള്ളേ അയാളും ജയിക്കും. ജയിക്കോ? അപ്പൊ എന്റെ പേപ്പട്ടി ചിഹ്നത്തിൽ ഇരിക്കണ സുരേന്ദ്രൻ പിള്ളേ അയാളും ജയിക്കും. എല്ലാരും കൂടെ ജയിച്ചാൽ തോക്കാരെങ്കിലും വേണ്ടേ? തോക്കാൻ ആരുണ്ടെന്ന്? വർഷം ഇവിടെ വോട്ട് കുത്തുന്ന ഇവിടത്തെ പാവം ജനങ്ങളില്ലേ, അവര് എല്ലാ തവണയും തോക്കും. കറക്റ്റ് അല്ലേ? സുധീഷ്, മാളു ആൻഡ് വിജുചേട്ടാ, സ്കിറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളെ വെച്ച് തുടങ്ങുകയാണ്. മേന ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ഒരു പെർഫോമൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എവിടെയും ഗ്യാപ്പില്ലാതെ നല്ലോണം സ്പീഡിലാണ് നിങ്ങൾ സംസാരിച്ചത്. പിന്നെ ഫസ്റ്റ് എന്തായാലും നൈറ്റിയുടെ കൂടെ ആ ഷൂ അടിപൊളി കേട്ടോ. ഇങ്ങനെ ഒരു ഷൂ ഇട്ടിട്ട് നൈറ്റിയും കൂടെ ഇട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അതും കൊള്ളാം. പിന്നെ നിങ്ങളുടെ എന്തോന്ന് കഥ ഷോർട്ടായിട്ട് പറഞ്ഞതിന്റെ എന്താണ് അതിന്റെ ഫെലൂന എന്താ ഫ്ലന്ന് ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചത്? അതൊക്കെ കൊള്ളാം. മാളുവിനെ എനിക്ക് കാണുമ്പോ പഴയ കൽപ്പനയാണ് ഞാൻ ഓർക്കുന്നത്. അതൊരു വലിയ കോംപ്ലിമെന്റ് ആണല്ലോ മാളു. എനിക്ക് സത്യം കൽപ്പന ഇവിടെ നിന്ന് അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ കേട്ടോ. നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 4 വയസ്സ് കൊച്ചിൻ്റെ കാര്യം പറയുന്നില്ല, അതൊക്കെ നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആരും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഏതോ ഒരു ഗിരി വരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു മാളുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡാണ് ഗിരി എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 4 വയസ്സുണ്ട് കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നല്ല ഭംഗിയായിരുന്നു. നിങ്ങളുടെ ഹിന്ദി അടിപൊളിയായിരുന്നു, കീറിയത് അതും കൊള്ളാം. എന്തായാലും കുറച്ച് മണ്ടത്തനങ്ങളൊക്കെ ഉണ്ട്. ആ മണ്ടത്തനം നല്ല രസിക്കത്തക്ക ഇതിലുണ്ടായിരുന്നു കേട്ടോ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് മേനക. ഞാൻ നോക്കിയപ്പോൾ ശാന്തി മാം അവിടെ നിന്ന് ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി മാമിന്റെ അടുത്ത് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ മാളുവിൻ്റെ ആ ഡയലോഗ് ക്ലാരിറ്റി വാസ് സോ ഗുഡ്.
മൊത്തത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. ഇവിടെ എൻട്രി എക്സിറ്റ് കാര്യങ്ങൾ, ആ മൊത്തത്തിൽ ആ ചട്ടി കലമൊക്കെ പൊട്ടിക്കുന്നതും, സോ വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. പറഞ്ഞതുപോലെ ഐ ലവ്ഡ് മാളു ദ ബെസ്റ്റ്. എന്തായാലും നമുക്കിനി നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊക്കെ നമ്മൾ അതിൻ്റെ ഓളമൊക്കെ കണ്ട് നിൽക്കുന്നൊരു സമയത്താണ് നിങ്ങൾ ഇങ്ങനൊരു ഐഡിയ, ഈ ഐഡിയക്ക് ഒരു ഉഗ്രം കഴിയും, നല്ല ആശയമാണ്. ഈ ഐഡിയക്ക് വലിയൊരു കഥയും ഉണ്ട്. അതെന്താണ് കഥ? ഞാനും എൻ്റെ മോനും കൂടി 4 വയസ്സേ ഉള്ളൂ എൻ്റെ മോൻ. അപ്പൊ മോനും കൂടി ഉജ്ജയ് മോൻ. അപ്പൊ ഞാനും അമ്പലത്തിൽ പോയി ഈ വണ്ടി ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കുറച്ചേരം കഴിയുമ്പോൾ ഇവിടെ ഒരു കൊടി ഉണ്ട്, ഈ പോസ്റ്റർ ഉണ്ട്. എന്റെ മോൻ കറക്റ്റ് ആ കൊടിയില്ലേ, കൊടി എന്ന് പറയുന്നത് കറക്റ്റ് നല്ല മുറുക്കി കെട്ടിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ആരെങ്കിലും പിടിച്ചാൽ അത് അടിഞ്ഞു വരും. ഞാനിങ്ങനെ നോക്കിയത് ഈ കൊടി അടിച്ചു പിടിച്ചോണ്ട് ഇവൻ നിൽക്കുക. ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിട്ട് ഇതിങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഇവനെ വിളിച്ചോണ്ട് വന്ന് അതിൽ നിന്നാണ് പിന്നെ ഇത് പോസ്റ്ററിലോട്ടായത്. ഇതാണ് കഥ. അടിപൊളി അടിപൊളി. അല്ല, നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാത്ത ക്ലൈമാക്സ് ആയിരുന്നു. അതിനാണ് ഒരു ഉഗ്രം ഐഡിയ. കാരണം എപ്പോഴും തോക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഭരണം എങ്ങനെയൊക്കെ മാറി വന്നാലും നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ച് നന്നായി. പിന്നെ ഞാൻ ആദ്യം മാളുവിലേക്ക് വരാം. മാളുവിൻ്റെ ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് 100% രസമായിരുന്നു കേട്ടോ. അതായത് ഓരോ കൗണ്ടറിട്ട് ചിരി കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ മീറ്റർ കളിക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കഴിവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാനേജ് ചേച്ചി പറഞ്ഞത് നിൽക്കുമ്പോൾ കൽപ്പന ചേച്ചി കളിച്ചു എന്ന് പറയുന്നൊരു അവാർഡാണ്. അങ്ങനെ പറയുന്ന ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ ഗിരിയെ നമുക്ക് കാണാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഈ ഗിരിയെ തല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ വരുന്നത്. അവിടെ തൊട്ട് നിങ്ങളിങ്ങനെ കഥ പറഞ്ഞു പോകുന്നു. പിന്നെ നമ്മൾ പിടിവിട്ടു പോയത് 250 രൂപയുടെ സെർലാക്ക തീരേണ്ട ഒരു പ്രശ്നമാണ് നീ ഇത്രയും കൊണ്ട് എത്തിച്ച്. നല്ല നീറ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് പ്രചോദേട്ട. ഇക്ക നന്നായിരുന്നു. എനിക്കൊരു എന്താ പറയുന്ന ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായത് സത്യത്തിൽ. കാര്യം ആ കലം പൊട്ടിക്കുന്നിടം തൊട്ടാണ് ഒരു പഞ്ച് അങ്ങോട്ട് വന്നത്. കാര്യം നിങ്ങളുടെ സ്കിറ്റുകൾക്ക് എപ്പോഴും ഒരു പഞ്ചുണ്ട്. ബിജു വർഗീസ് റോക്കറ്റ് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഒറ്റ റേഞ്ചിൽ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ആ കൂടെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ബാക്കി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡ് കിട്ടിയത് നമുക്ക് ആ കലം പൊട്ടിച്ചതിന് ശേഷവും ഇങ്ങോട്ട് വന്ന ഏരിയകളൊക്കെയാണ്. അവിടെയൊക്കെ നല്ല മനോഹരമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതായത് നമ്മളെല്ലാം വോട്ട് ചെയ്തിട്ടിരിക്കുക, ഇനിയിപ്പോൾ അടുത്ത റിസൾട്ട് വരാനുള്ള ആകാംക്ഷ ഇരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഇലക്ഷൻ്റെ കാര്യം അങ്ങ് വിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ഈ സ്കിറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് റീവൈൻഡ് ചെയ്യുന്ന പോലെ സ്ഥാനാർത്ഥികൾക്കും അതിൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു തോന്നലുണ്ടാകുന്നത്. നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു ഇക്ക. ഇക്കയുടെ ഒപ്പീനിയൻസ് പറഞ്ഞു. ഇനി ഫൈനലി ബിജുകുട്ടൻ ചേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ രാഷ്ട്രീയം നമ്മൾ പറഞ്ഞോട്ട് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയം എപ്പോഴും ആനുകാലിക പ്രസക്തിയുള്ളൊരു വിഷയം തന്നെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ അത് എടുത്ത ത്രെഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് അത്രയും നമ്മൾ വിശ്വസിച്ച് ഗിരി വേറൊരാളാണ്, ഭർത്താവാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാളു വന്നിട്ട് ആ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അത് കിടിലായിരുന്നു. കാരണം അത് ആ വൈബിലാണ് നമ്മൾ നിൽക്കണം. ചേച്ചിമാർ രണ്ടുപേരും പറഞ്ഞോട്ട് അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് അത് മറന്നു പോകാൻ, പിന്നെ ഈ ഹൈപ്പ് പോകും നമ്മുടെ ഇന്ന്. ഈ ഗിരി എന്നുള്ള ഒരാൾ കലിപ്പിൻ്റെ കാന്താരി ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ, ആ ഒരു ഹൈപ്പിലാണ് പിന്നെ അവസാനം വരെ എത്തിയത്. പിന്നെ ഈ പറഞ്ഞിട്ട് കുറേ ആ കുടം വീഴുന്ന സാധനം തൊട്ട് എനിക്ക് തോന്നുന്നു ലെവലൊന്നും മാറിയിട്ടുണ്ട്. ആവറേജ് നല്ല സ്കിറ്റായിരുന്നു. 3 പേരും തകർത്തഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പം ഒപ്പീനിയൻസ് കേട്ട സ്ഥിതിക്ക് നമുക്ക് ഇനി നേരെ നമ്മുടെ മാർക്സിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. ഞാനൊരു 13,000 രൂപ കൊടുക്കാം. 13,000. ഇക്ക, നിങ്ങളുടെ ചിഹ്നം നല്ലതായിരുന്നു കേട്ടോ. ആ ചിഹ്നത്തെ കുറിച്ച് പറയാൻ മറന്നുപോയി. എന്തായാലും പൊരിച്ച കോഴിയോ ഇറങ്ങണ കോഴി, ആ ചിഹ്നത്തിനും കൂടെ കൂട്ടിയിട്ട് ഞാനും കുറയ്ക്കുന്നില്ല, ഒരു 14,000 രൂപ. 13 + 14 27,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ മൊത്തം. ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രചോദേട്ടനാണ്. അപ്പൊ ഞാനും കുറയ്ക്കുന്നില്ല, ഒരു വിഷു ബമ്പറാണ്. പിടിച്ചു 65,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൂടുതൽ സ്കിറ്റുകളുമായിട്ട് ഒരുപാടധികം നല്ല കോംപ്ലിമെന്റ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഒരുപാട് ചിരിച്ച് നല്ലൊരു കിടിലൻ എപ്പിസോഡായിരുന്നു അല്ലേ? എന്തായാലും കൂടുതൽ ചിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.